Hi everyone, it's me Momsy. Welcome to day 4 of our 21 days challenge. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എനർജിയെ കുറിച്ചിട്ടാണ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിങ്ങളെല്ലാവരെയും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെന്നും പക്ഷേ അവസാനം നിങ്ങൾ മാത്രം സങ്കടത്തിലാകുന്നുണ്ടെന്നും മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും യെസ് പറയുന്ന സമയത്ത് നമ്മുടെ ഉള്ളിൽ ഒരു നോ എന്ന് ഒരു ഇന്നർ വോയിസ് നിങ്ങൾ കേൾക്കാറുണ്ടോ? സോ ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് സെൽഫ് റെസ്പെക്റ്റിനെ കുറിച്ചിട്ടാണ്. എങ്ങനെ നമുക്ക് കോൺഫിഡൻസ് ആയിട്ട് നോ പറയാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. നമ്മളിൽ പലരും വളർന്നു വന്നത് മറ്റുള്ളവരെ അനുസരിക്കണം, ആരെയും പിണക്കാൻ വേണ്ടിയിട്ട് പാടില്ല എന്നൊക്കെയുള്ള പാഠങ്ങൾ കേട്ടാണ്. ഇതിനെയാണ് നമ്മൾ ഗുഡ് ഗേൾ സിൻഡ്രം എന്ന് വിളിക്കുന്നത്. മറ്റുള്ളവർ ചോദിക്കുന്ന എല്ലാ സഹായത്തിനും നിങ്ങൾ ഓടിച്ചെല്ലും. നിങ്ങളുടെ പഠന സമയം കളഞ്ഞും നിങ്ങളുടെ വിശ്രമ സമയം കളഞ്ഞും നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് വർക്ക്സ് ആൻഡ് ഡ്യൂട്ടീസ് ഒക്കെ മാറ്റി നിർത്തിയിട്ട് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഓടും അല്ലേ? പക്ഷേ തിരിച്ച് നിങ്ങൾക്കൊരു ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും ഉണ്ടാവാറുണ്ടോ? നമ്മളെല്ലാവർക്കും ലഭ്യമായിരിക്കുന്ന സമയത്ത് എല്ലായ്പ്പോഴും അവൈലബിളായി കൊടുക്കുന്ന സമയത്ത് അവിടെ ശരിക്കും നമ്മുടെ വാല്യൂ കുറയുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ബൗണ്ടറി സെറ്റ് ചെയ്യാത്തിടത്തോളം കാലം ആളുകൾ നമ്മളെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. അത് മേ ബി നിങ്ങളുടെ ഫാമിലിയിലുള്ളവരാകാം, ഫ്രണ്ട്സ് ആകാം, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്നവരാകാം. മറിച്ച് നമ്മളെ മനസ്സിലാക്കുന്നവർ, നമ്മളെ സ്നേഹിക്കുന്നവർ ഒക്കെ നമ്മളുടെ നോ എന്ന ആ ഒരു വേർഡിനെ റെസ്പെക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. നിങ്ങളെ ഉപയോഗിക്കുന്നവർ മാത്രമാണ് നിങ്ങളുടെ നോ കേട്ട് ദേഷ്യപ്പെടുന്നതും നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതും ഒക്കെ. സോ തിരിച്ചറിയുക ആരെയാണ് നിങ്ങൾ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന്. സോ ഇന്നത്തെ ടിപ്പ് വളരെയധികം സിമ്പിളാണ്. പലർക്കും നോ പറയാൻ പേടിയാണ്. കാരണം അത് മറ്റുള്ളവർക്ക് സങ്കടമാകുമോ എന്ന് നമ്മൾ ഭയന്നു പോകുന്നുണ്ട്. ഇതിനായി നമുക്ക് ദ ന്യൂട്രൽ നോ ഉപയോഗിക്കാം. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തൊരു കാര്യം ആരെങ്കിലും ആവശ്യപ്പെട്ടാൽ ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചിട്ട് നീണ്ട വിശദീകരണങ്ങൾ നൽകുകയോ നിങ്ങൾ ചെയ്യേണ്ട. പകരം ഇങ്ങനെ പറയുക: ഇപ്പോൾ എനിക്ക് ഇതിന് കഴിയില്ല, ഞാൻ മറ്റൊരു തിരക്കിലാണ്, അല്ലെങ്കിൽ എന്നെ പരിഗണിച്ചതിൽ നന്ദി, പക്ഷെ ഇപ്പോൾ എനിക്ക് ഇതിന് സമയം കണ്ടെത്താൻ കഴിയില്ല. ഓർക്കുക, നോ ഈസ് എ കംപ്ലീറ്റ് സെന്റൻസ്. അതിനുശേഷം നിങ്ങൾ എന്തിനു നോ പറഞ്ഞു എന്ന് അവിടെ ഒരിക്കലും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. നിങ്ങളുടെ സമയം നിങ്ങളുടെ മാത്രം സ്വത്താണ്. ഓക്കെ, സോ ഇന്ന് നമുക്കൊരു കുഞ്ഞു ടാസ്ക് ഉണ്ട്. ഇന്നത്തെ ടാസ്ക് നിങ്ങളുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക എന്നതാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് കഴിഞ്ഞൊരു വീക്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മാത്രം നിങ്ങൾ ചിലവാക്കിയ നിങ്ങളുടെ ടൈം എന്തിനൊക്കെയാണെന്ന് കണ്ടെത്തുക. ഇനി മുതൽ ആ സമയത്തോ അല്ലെങ്കിൽ ആ വ്യക്തിയോടോ നിങ്ങൾ എങ്ങനെ നോ പറയും എന്നൊരു സെൻറ്റൻസ് എഴുതുക. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, രാത്രി 9 മണിക്ക് ശേഷം ഞാൻ ഫോൺ കോളുകൾ അറ്റൻഡ് ചെയ്യില്ല, അത് എൻ്റെ റെസ്റ്റിംഗ് ടൈമാണ്. ഇന്നു മുതൽ ആ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടിക്കലാക്കിയിട്ട് തുടങ്ങണം. തുടക്കത്തിൽ നമുക്കൊരു ഗിൽട്ട് കാര്യങ്ങളൊക്കെ തോന്നും, അത് സ്വാഭാവികമാണ്. അത് നിങ്ങൾ ചേഞ്ച് ചെയ്യുന്നു എന്നതിൻ്റെ ഒരു സൈനും കൂടിയാണ്. ഓക്കെ, സോ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ടാസ്ക് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേ ഫോർ ഡൺ എന്ന് കമൻറ്റ് ചെയ്യുക. ആൻഡ് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. സീ യു ടുമോറോ.